നമസ്കാരം. രാജൻ ജോർജ് മോട്ടിവേഷൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. എവിടെയാണ് നിങ്ങളുടെ മനസ്സ് സ്ഥിതി ചെയ്യുന്നത്? മിക്കവാറും ആളുകൾ പറയും മനസ്സ് എന്ന് പറയുന്നത് ബ്രെയിനിലാണെന്ന്. എന്നാൽ അങ്ങനെയാണോ? അല്ല എന്ന് പറയാം. കാരണം നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ ശരീരത്തിലെ ഓരോ സെല്ലിലും, ഓരോ ഗ്ലാൻഡിലും, ഓരോ ഫൈബറിലും നെറ്റ്വർക്ക് ചെയ്യപ്പെട്ടിരിക്കുക. നിങ്ങൾക്കതിനെ മൈൻഡ് ബോഡി എന്നോ ബോഡി മൈൻഡ് എന്നോ വിളിക്കാം. നിങ്ങളുടെ ശരീരത്തിൽ 100 ട്രില്യൺ സെൽസ് ഉണ്ട്. എന്നുവെച്ചാൽ 100 ലക്ഷം കോടി സെല്ലുകളുണ്ട്. ഓരോ സെല്ലിനും ഓരോ ഫങ്ഷനുണ്ട്, ഡ്യൂട്ടിയുണ്ട്, ഉത്തരവാദിത്വമുണ്ട്. അതിൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്, അതിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് നിങ്ങളുടെ ആരോഗ്യത്തെ പരിപാലിക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ ജീവനെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. ഈ 100 ലക്ഷം കോടി സെല്ലുകളും നിങ്ങളുടെ ഉപബോധ മനസ്സിൻ്റെ ഡയറക്റ്റ് കൺട്രോളിലാണ്. നിങ്ങൾ ചിന്തിക്കുന്ന ഓരോ വിചാരവും നിങ്ങളുടെ ഫിസിക്കൽ ബോഡിയെ, നിങ്ങളുടെ ശരീരത്തെ അഫക്റ്റ് ചെയ്യുന്നു. ഒരു സ്പ്ലിറ്റ് സെക്കൻഡിനകം അഫക്റ്റ് ചെയ്യുന്നു. എന്ന് വെച്ചാൽ നിങ്ങളുടെ വിചാരങ്ങൾ പോസിറ്റീവ് ആണെങ്കിൽ, നിങ്ങളുടെ വിചാരങ്ങൾ cheerful ആണെങ്കിൽ, അപ്ലിഫ്റ്റിംഗ് ആണെങ്കിൽ, നിങ്ങൾക്ക് ആരോഗ്യമുള്ള ഒരു ശരീരത്തെ ലഭിക്കും. അതേ സമയത്ത് നിങ്ങളുടെ വിചാരങ്ങൾ നെഗറ്റീവ് ആണെങ്കിൽ, ഡിസംപവറിംഗ് ആണെങ്കിൽ, നിങ്ങൾക്ക് ലഭിക്കുന്നത് രോഗങ്ങളെ മാത്രമാണ്. മെന്റൽ ഡിസ്കറേജ്മെന്റ്, മെന്റൽ ഡിപ്രഷൻ, ഡിസപ്പോയിൻമെന്റ്, ഗ്ലൂ, ഇവയൊക്കെ നിങ്ങളുടെ വൈബ്രേഷണൽ ബാലൻസിനെ, നിങ്ങളുടെ സെല്ലുകളുടെയും ഗ്ലാൻഡുകളുടെയും എല്ലാം വൈബ്രേഷണൽ ബാലൻസിനെ തെറ്റിക്കും. ആങ്സൈറ്റി, വറി, ഫിയർ, ഇവയൊക്കെ ഹിസ്റ്റീരിയ, ഉറക്കമില്ലായ്മ, അതുപോലുള്ള നെർവസ് ഡിസീസിനെ പ്രൊഡ്യൂസ് ചെയ്യും. നിങ്ങൾക്ക് ഹേറ്റഡ്, റിവഞ്ച് ഇവയൊക്കെ ഉണ്ടെങ്കിൽ, ഇവയൊക്കെ സൂക്ഷിച്ചാൽ നിങ്ങൾ വിഷം കുടിക്കുന്ന പോലെയാണ്. നിങ്ങൾ ഒരു യാഥാർത്ഥ്യമായിട്ടുള്ളതോ സാങ്കല്പികമായിട്ടുള്ളതോ ആയിട്ടുള്ള ഒരു പ്രശ്നത്തെപ്പറ്റി എപ്പോഴും മനസ്സ് തലപുണ്ണാക്കിയാൽ അത് നിങ്ങളുടെ മനസ്സിനെ താർക്കും, അതുപോലെ നിങ്ങളുടെ ശരീരത്തെയും താർക്കും. അപ്പോൾ എന്താണ് ആവശ്യം? നിങ്ങളെപ്പോഴും പോസിറ്റീവായ വിചാരങ്ങൾ കൊണ്ട് നിങ്ങളുടെ മനസ്സിനെ നിറയ്ക്കുക. എന്ന് വെച്ചാൽ അപ്രീസിയേഷൻ, അഫെക്ഷൻ, അംബീഷൻ, പോസിറ്റീവായിട്ടുള്ള ബിലീഫ്, ചിയർഫുൾനെസ്, ഡിസയർ, എന്തൂസിയാസം, ഗ്രാറ്റിറ്റ്യൂഡ്, ലവ്, ഇങ്ങനെയുള്ള പോസിറ്റീവായിട്ടുള്ള വിചാരങ്ങൾ കൊണ്ട്, വികാരങ്ങൾ കൊണ്ട് നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ സാച്ചുറേറ്റ് ആക്കണം. മനുഷ്യ മനസ്സിനെ ഒരു തുണി നെയ്യുന്ന യന്ത്രവുമായിട്ട് കമ്പയർ ചെയ്യാം. തുണി നെയ്യുന്ന യന്ത്രത്തിലെ നൂലുകളാണ് ഈ തുണിയുടെ, ഫാബ്രിക് അല്ലെങ്കിൽ ക്ലോത്തിൻ്റെ ക്വാളിറ്റി നിശ്ചയിക്കുന്നത്. ഇവിടെ നൂലുകൾ എന്ന് പറയുന്നത് നിങ്ങളുടെ വിചാരങ്ങളാണ്. ഈ മെഷീൻ സൃഷ്ടിക്കുന്ന ക്ലോത്ത് എന്ന് പറയുന്നത് നിങ്ങളുടെ ശരീരമാണ്. എപ്പോഴും നൂലുകൾ വസ്ത്രത്തെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും എന്ന് വിചാരിച്ചാൽ നിങ്ങളുടെ വിചാരങ്ങൾ നിങ്ങളുടെ ശരീരത്തെ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കും. കാരണം നിങ്ങളുടെ ശരീരത്തിലെ ഓരോ ഗ്ലാൻഡും ഓരോ സെല്ലും റീപ്ലേസ് ചെയ്തിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ നല്ല വിചാരങ്ങളെ, പോസിറ്റീവായിട്ടുള്ള, ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള, ചിയർഫുൾ ആയിട്ടുള്ള വിചാരങ്ങളെ മാത്രം മനസ്സിൽ കൊണ്ടു നടന്നാൽ ആരോഗ്യമുള്ള ഒരു ശരീരം നിങ്ങളുടേത് മാത്രമാണ്. മിക്കവാറും ആളുകൾ അവരുടെ ആരോഗ്യത്തെ അവർ
അപ്രീഷിയേറ്റ് ചെയ്യില്ല. അവർ അപ്രീഷിയേറ്റ് ചെയ്യുന്നത് എന്തെങ്കിലും രോഗങ്ങൾ വരുമ്പോൾ മാത്രമാണ് പഴയ ആരോഗ്യത്തെ പറ്റി അവര് മനസ്സിലാക്കുന്നത്. അങ്ങനെ രോഗങ്ങൾ വരുമ്പോൾ അവർ ഡിപ്രഷനിലേക്ക് ചാടുക. അങ്ങനെ ഡിപ്രഷനിലേക്ക് വരുമ്പോൾ കൂടുതൽ കൂടുതൽ അസുഖങ്ങളാണ് സംഭവിക്കുന്നത്. ഡിപ്രഷനിൽ നിന്ന് കരകയറാതെ ഹാപ്പിനെസ്സിലേക്ക് മാറാതെ നിങ്ങൾക്ക് ആരോഗ്യമുണ്ടാകില്ല. നിങ്ങളുടെ ശരീരത്തിൽ എപ്പോഴും 100% ആരോഗ്യത്തിനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതുപോലെ എപ്പോഴും ഏത് അസുഖത്തിനുള്ള പോസിബിലിറ്റി ഉണ്ട്. അത് സൃഷ്ടിക്കുന്നത് നിങ്ങളുടെ വിചാരങ്ങൾ വഴിയാണ്. അത് പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്നതിനെ ആശ്രയിച്ച് മാത്രം. അപ്പോൾ ഒരു നെഗറ്റീവ് തോട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് വന്നാൽ അവരുടെ സ്ഥാനത്ത് ഒരു പോസിറ്റീവ് തോട്ടിനെ പകരം വയ്ക്കണം. അങ്ങനെ മാത്രമേ നെഗറ്റീവ് വിചാരത്തെ ഒഴിവാക്കാൻ പറ്റുള്ളൂ. ഒരു മെഴുകുതിരിയുടെ പ്രസൻസിൽ അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക് ലൈറ്റിന്റെ പ്രസൻസിൽ എങ്ങനെ ഇരുട്ട് ഒഴിവാകുന്നോ അതുപോലെ പോസിറ്റീവ് വിചാരത്തിൻ്റെ പ്രസൻസിൽ സാന്നിധ്യത്തിൽ നെഗറ്റീവ് തോട്ട് ഇല്ലാതെയാവും. അപ്പോൾ ഇത് എൻ്റെ വീഡിയോയുടെ ഫസ്റ്റ് പാർട്ടാണ്, ഹാപ്പിനെസ് ആൻഡ് ഹെൽത്ത്. സെക്കൻഡ് പാർട്ടുമായി ഞാൻ ഉടൻ വരും. താങ്ക് യു.